ഇന്ത്യൻ ആർമിയുടെ പാരാ കമാൻഡോസും ഇന്ത്യൻ നേവിയുടെ മാർക്കോസും പോലെ ഇന്ത്യൻ എയർഫോഴ്സിനുമുണ്ട് അതിപ്രഗത്ഭരായ സൈനികരെ മാത്രം അണിനിരത്തി രൂപീകരിച്ച ഒരു പ്രത്യേക സേനാ വിഭാഗം. അതാണ് ഗരുഡ് കമാൻഡോസ്. അതേ ഗരുഡ് കമാൻഡോസിനെ കുറിച്ചുള്ള 10 ഫാക്റ്റുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്യുക. ശേഷം ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗരുഡ് കമാൻഡോസിനെ കുറിച്ചുള്ള ഒന്നാമത്തെ ഫാക്ട് അവരുടെ അപരനാമമാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്പെഷ്യൽ ഫോഴ്സിനെ ഗരുഡ് കമാൻഡോ ഫോഴ്സ് എന്നതിലുപരി ടൈഗർ ഫോഴ്സ് എന്നും വിളിക്കാറുണ്ട്. 2000-ഓളം ടൈഗർ ഫോഴ്സ് കമാൻഡോസ് ആണ് ഇന്ന് ഇന്ത്യൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഗരുഡ് കമാൻഡോസിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ഫാക്ട് അവരുടെ സെലക്ഷനെ കുറിച്ചാണ്. മാർക്കോസിലേക്കും പാരാ കമാൻഡോസിലേക്കും സെലക്ഷൻ നടക്കുക നിലവിൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരിൽ നിന്ന് മാത്രമാണ്. അതേസമയം പൗരന്മാരിൽ നിന്ന് നേരിട്ടാണ് ഗരുഡ് കമാൻഡോസിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് സെലക്ഷൻ നടത്തുന്നത്. മൂന്നാമത്തെ ഫാക്ടായി ഗരുഡ് കമാൻഡോസിന്റെ ട്രെയിനിങ് ദൈർഘ്യമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളെ അപേക്ഷിച്ച് വളരെ ദൈർഘ്യമെടുക്കുന്നതാണ് ഗരുഡ് കമാൻഡോസിന്റെ ട്രെയിനിങ് കാലയളവ്. 72 ആഴ്ചകളായിട്ടാണ് ഇവരുടെ ട്രെയിനിങ് നടക്കുക. പക്ഷേ അതുകൊണ്ടുമായില്ല. ഒരു പൂർണ്ണ ഗരുഡ് കമാൻഡോ ആവണമെങ്കിൽ 3 വർഷത്തോളം തുടർ ട്രെയിനിങ്ങുകൾ ആവശ്യമാണ് എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് പറയുന്നത്. ഗരുഡ് കമാൻഡോസിന്റെ ട്രെയിനിങ് സെന്ററുകളെ കുറിച്ചാണ് നാലാമത്തെ ഫാക്ട്. ഗരുഡ് കമാൻഡോകൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്കും ഡൈവിംഗ് പ്രാക്ടീസുകൾക്കും വേണ്ടി ബെൽഗാമിലും സൊൽമാർഗിലും അയക്കപ്പെടുമ്പോൾ കാടുകളിൽ വെച്ച് യുദ്ധം ചെയ്യാനുള്ള പരിശീലനങ്ങൾക്ക് വേണ്ടി മാത്രമായി അവർ അയക്കപ്പെടുന്നത് മിസോറാമിലെ വനയുദ്ധ പരിശീലന കേന്ദ്രമായ വൈരഗിലേക്കാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക സേനാ വിഭാഗം എന്ന് കേൾക്കുമ്പോൾ ആകാശ പോരാട്ടങ്ങൾക്ക് മാത്രമാണ് ഇവർ ഉപയോഗിക്കപ്പെടുക എന്നാണ് എല്ലാവരും കരുതുക. എന്നാൽ നക്സലുകളുടെ റെഡ് കോറിഡോർ എന്ന ലക്ഷ്യം തകർക്കാനും കാശ്മീരിൽ സമാധാന പാലനം നടത്താനും രാജ്യം ദുരന്തങ്ങൾ നേരിടുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനും ഗരുഡ് കമാൻഡോസ് ഇറങ്ങാറുണ്ട്. അതുതന്നെയാണ് സത്യവും, അതുതന്നെയാണ് അഞ്ചാമത്തെ ഫാക്റ്റും. ഇനി നമുക്ക് ആറാമത്തെ ഫാക്ട് നോക്കാം. ഗരുഡ് കമാൻഡോസ് ട്രെയിനിങ് ചെയ്യുന്ന ഹിൻഡോൺ എയർഫോഴ്സ് സ്റ്റേഷന്റെ പ്രത്യേകതയാണ് ഈ ഫാക്റ്റിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും ലോകത്തിലെ വലുപ്പത്തിന്റെ കാര്യത്തിൽ 8ാം സ്ഥാനത്തുള്ളതുമായ എയർബേസ് ആണിത്. ഏഴാമത്തെ ഫാക്റ്റായി ഗരുഡ് കമാൻഡോസ് ഉപയോഗിക്കുന്ന തോക്കുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇസ്രായേൽ നിർമ്മിത ടാവോർ ഗണത്തിൽപ്പെടുന്ന തോക്കുകൾ തന്നെയാണ് ഗരുഡ് കമാൻഡോസിന്റെ പ്രധാന ആയുധം. അവയ്ക്ക് പുറമെ അതിനൂതനമായ ശരീരരക്ഷാ കവചങ്ങളും ഗരുഡ് കമാൻഡോസ് ഉപയോഗിക്കാറുണ്ട്. എട്ടാമത്തെ ഫാക്റ്റായി ഗരുഡ് കമാൻഡോസിന്റെ യൂണിഫോമിലെ പ്രത്യേക ബാഡ്ജിനെ നമുക്കൊന്ന് നോക്കാം. പാരാ കമാൻഡോസ് ബലിദാൻ മുദ്ര ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. മഹേന്ദ്ര സിംഗ് ധോണി ഈ അടുത്ത് അത് ഉപയോഗിച്ചത് വളരെ വിവാദങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. അതുപോലെ ഗരുഡ് കമാൻഡോസിനുമുണ്ട് പ്രത്യേക ബാഡ്ജ്. ആ ബാഡ്ജിന്റെ പേരാണ് എയർമാൻ ബെററ്റ് ബാഡ്ജ്. ആ പ്രത്യേക ബാഡ്ജ് ഗരുഡ് കമാൻഡോസ് ധരിക്കുന്നതാവട്ടെ യൂണിഫോമിലെ വലതു പോക്കറ്റിന്റെ മുകളിലായിട്ടാണ്. ലോകത്തിലെ തന്നെ മികച്ച സൈനിക ശക്തികളിലൊന്നായ ഇസ്രായേലുമായി കൈകോർത്ത് നടത്തിയ പരിശീലനമാണ് ഗരുഡിനെ കുറിച്ച് 9ാമതായി നമ്മൾ പറയുന്നത്. ഇസ്രായേലി കൗണ്ടർ പാർട്ട് യൂണിറ്റ് 669മായി ബ്ലൂ ഫ്ലാഗ് എക്സസൈസിലായിരുന്നു ആ ഒത്തുചേരൽ ഉണ്ടായത്. 10ാമത്തെയും അവസാനത്തെയും ഫാക്റ്റായി ഇന്ത്യക്ക് വേണ്ടി ജീവൻ നൽകിയ ഗരുഡ് കമാൻഡോകളെ സ്മരിക്കാൻ നമ്മൾ കരുതി വെക്കുന്നു. അതുതന്നെയാണ് പറയുന്നതും. 2016-ലെ പത്താങ്കോട്ട് ആക്രമണത്തെ ചെറുക്കാൻ ആദ്യം എത്തിച്ചേർന്നത് ഗരുഡ് കമാൻഡോസ് ആയിരുന്നു. അന്ന് ഇന്ത്യക്ക് നഷ്ടമായത് ഗുർസേവക് സിംഗ് എന്ന ഗരുഡ് കമാൻഡോയെയും ആയിരുന്നു. 2017-ലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. കോപ്പറൽ ജ്യോതിപ്രകാശ് നിരാല എന്ന ഗരുഡ് കമാൻഡോ അന്ന് ഒറ്റയ്ക്ക് 6 തീവ്രവാദികളെ വധിച്ചതിനു ശേഷം മരണത്തെ പുൽകി. ആ വീരകൃത്യത്തിന് അദ്ദേഹത്തിന് 2018-ൽ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര നൽകി രാജ്യം ആദരിച്ചു. രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയവർക്ക് നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. ഗരുഡ് കമാൻഡോസിന് ഒരു ബിഗ് സല്യൂട്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.